പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തിന്റെ കരമരത്തിൽ ഹല്ലേലൂയ പറയാമോ? ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ നല്ല സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞൊരാഴ്ച മുഴുവനും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും നമ്മെ കാത്തു പരിപാലിച്ച് ഈ സന്ധ്യയുടെ യാമത്തിൽ ദൈവത്തെ ആരാധിപ്പാനായി കൊണ്ടുവന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഈ സന്ധ്യയെങ്കിൽ അനേക ഭവനത്തിൽ നിലവിളി ഉയരുക, വേർപാടിന്റെ ദുഃഖം സ്വന്തം തളം കെട്ടി നിൽക്കുന്നു. പകൽക്കാലം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട പലരും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചു. അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ പ്രാണനെ ഒന്ന് നിലനിർത്താൻ വേണ്ടി ഐസിയുവിൽ പ്രാണനോട് മല്ലിടുകയാണ്. അനേക കുഞ്ഞുങ്ങൾ തങ്ങൾക്ക് ലഭിച്ച നന്മ തങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരാതെ മദ്യഷാപ്പിലും മയക്കുമരുന്ന് കടയിലുമൊക്കെ ചെലവിട്ടിട്ട് വഴിയിൽ ആടിക്കുഴഞ്ഞു നിൽക്കുന്നു. അനേക കുടുംബങ്ങളിൽ അനേക സഹോദരിമാർ തലയിൽ കൈവച്ച് നിലവിളിച്ചുകൊണ്ട് എന്തു ചെയ്യുമെന്ന് അറിയുവാൻ കഴിയാതെ കുഞ്ഞുങ്ങളെ നോക്കി കാത്തിരിക്കുന്നു. എന്തിനു പറയുന്നു? പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ കുഞ്ഞെ നീ നിന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. നിന്റെ കരത്തിലെ പൈസയുടെ മിടുക്കല്ല, നിന്റെ ബുദ്ധിയുടെ സാമർഥ്യമല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് ഈ സന്ധ്യയുടെ യാമം നീ കണ്ടെന്ന് തിരിച്ചറിയാൻ ശ്രമിക്ക്. വളരെ പ്രതീക്ഷയുടെ പ്രഭാതത്തിൽ ജോലിക്ക് കടന്നു പോയ പലരും വഴിയിൽ പട്ടുപോയി. വാഹനത്തിൽ സുരക്ഷിതമായി ജോലിക്ക് പോകാമെന്ന് പറഞ്ഞവർ വഴിയിൽ ചവഞ്ഞരഞ്ഞു. ദീർഘക്ഷമയും മഹാദയുള്ള സർവശക്തനായ ദൈവം ഒരനർത്ഥവും വരുത്താതെ ഈ സന്ധ്യയോളം കാത്തു പരിപാലിച്ച് കൊണ്ടുവന്നെങ്കിൽ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചു വരാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് ആരാഞ്ഞറിഞ്ഞ് അത് പ്രകാരം യാത്ര ചെയ്യാൻ നീ തയ്യാറായില്ലെങ്കിൽ വഴിയിൽ പണിയിരിക്കുന്ന പതിയിരിപ്പ് ശക്തികൾ നിന്നെ തകർക്കും, നിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കും. നിന്റെ ഭവനത്തിനകത്ത് സന്തോഷത്തിന് പകരം കണ്ണുനീരും നിലവിളി ഉയരും. അത് വരാതെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച് നിന്നെ കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കൊടുക്ക്. സ്വത്രം എന്റെ കർത്താവ് പറഞ്ഞത് സങ്കീർത്തനം 91:10-11 ഒരനർത്ഥവും നിനക്ക് വരികിൽ ആർക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന സ്വത്രം തന്റെ കുഞ്ഞുങ്ങൾക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക്, ദൈവവചന പ്രകാരം യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരനർത്ഥവും വരത്തില്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ഈ ആലയത്തിലേക്ക് നിങ്ങൾ വന്നത്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ സ്വത്രം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 18 സ്വത്രം അതിന്റെ 6-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 18:6 സ്വത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ആര് നിൽക്കുന്നുവോ, ദൈവമുഖത്തേക്ക് നോക്കി തങ്ങളുടെ ആവശ്യങ്ങൾ ആര് പറയുമോ അവരെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ഇന്നുവരെയും സ്വർഗത്തെ അനുവദിച്ചിട്ടില്ല. ചോദിക്കുന്നത് ചിന്തിക്കുന്ന നിനക്കുന്നതിനുപരിയായി ഉയർത്തി മാനിച്ചിട്ടേ ഉള്ളൂ ആ ദൈവം. ഇന്ന് രാത്രികാലം പറയുക, സ്വത്രം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അത് ഒരു ദിവസവും 2 ദിവസമല്ല, അവസാന കാലം വരെയും. വായിച്ചേ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്വത്രം ഞാൻ എന്റെ കഷ്ടതയിൽ. സ്വത്രം ആരോട് നിലവിളിച്ചെന്ന് പറയുന്നത്? യഹോവയോട് നിലവിളിച്ചു. സ്വത്രം നോക്ക്, കഷ്ടതയുടെ നടുവിൽ നിലവിളിക്കുന്നവന്റെ നിലവിളി സ്വർഗം കേട്ടിട്ട് മറുപടി നൽകുക തന്നെ ചെയ്യും. അടുത്ത സ്വത്രം കഷ്ടതയിൽ ആരോട് നിലവിളിച്ചെന്ന? ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവമുഖം അന്വേഷിച്ച് കടന്നു വന്ന ദൈവ പൈതലേ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ കാണും. അടുത്തേ സ്വത്രം നിലവിളിച്ചപ്പോൾ അവന്റെ മന്ദിരത്തിൽ നിന്ന് ആര് കേട്ടു? സർവശക്തനായ ദൈവം കേട്ടു. സ്വത്രം. അടുത്തേ സ്വത്രം
എന്തിനാ അവൻ നിലവിളിച്ചത്? എന്തിനാ പ്രാർത്ഥിച്ചത്? ഒരു സന്തോഷകരമായ ഒരു ജീവിതം തനിക്ക് വേണം. സമാധാനപരമായ ഒരു ജീവിതം തനിക്ക് വേണം. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ കൂടിയേ മതിയാകൂ. ലോകം തരുന്ന സന്തോഷവും സമാധാനവും തീർന്നു പോകുന്നതാണ്. ലോകത്തിന്റെ കൂടപ്പുറപ്പുള്ള സ്നേഹം വറ്റിപ്പോകുന്നതാണ്. മാതാപിതാക്കൾ തരുന്ന സ്നേഹം മാറിപ്പോകുന്നതാണ്. എന്നാൽ മാറിപ്പോകാത്ത, തീർന്നു പോകാത്ത സ്നേഹം തരുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, എനിക്ക് വേണ്ടി പ്രാണൻ നൽകിയ കർത്താവ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് ദൈവത്തിങ്കലേക്ക് ഞാൻ എന്റെ മനസ്സുയർത്തി ഞാൻ എന്റെ ദൈവത്തോട് നിലവിളിക്കുന്ന. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ആ നിലവിളി കേട്ട് ദൈവം നിനക്ക് മറുപടി തരണമെങ്കിൽ സ്വത്രം അവന്റെ വചനം പ്രമാണിച്ച് നടക്കണം. സ്വത്രം. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് പ്രകാരം നടന്നേ പറ്റൂ. പണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരനും സഹോദരിയും കൂടെ ദൈവകൃപ പ്രാപിക്കാൻ വേണ്ടി പോയി. ആരുടെക്ക്? എലീശാ പ്രവാചകന്റെ അടുക്കൽ. സ്വത്രം. അവിടെ ചെല്ലുന്നവരെല്ലാം ദൈവകൃപ പ്രാപിച്ച് വലിയ സന്തോഷത്തോടെ മടങ്ങി വരുന്നു എന്ന് കേട്ടു. സ്വത്രം. അവരും ആഗ്രഹിച്ചു, ഇങ്ങനെ പോയാൽ പോരാ, ദൈവത്തിന് കൃപ പ്രാപിച്ച് വേണം യാത്ര ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അധികം നന്മയും സന്തോഷം ഉണ്ടാകും. സ്വത്രം. അങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ അവരെ കാതുകൾ കേട്ടു. അവിടെ ചെല്ലുന്നവർ തങ്ങളുടെ മുതലെല്ലാം വിറ്റ് ദൈവപുരുഷന്റെ കാൽക്കൽ കൊണ്ട് വെക്കും. അവർ കൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മുതലിന്റെ പുറകെ പോകത്തില്ല, ദൈവത്തിന്റെ പുറകെ പോകത്തുള്ളൂ. സ്വത്രം. ദൈവത്തിന് പുറകെ പോകാൻ മനസ്സിലാത്തോടെ പലരും പണത്തിന്റെ പുറകെ ഓടുന്നത്. പക്ഷെ ഓടുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഓടുന്നത് നേടുന്നതൊന്നും അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടാവത്തില്ല. ദൈവത്തെ കൂടാതെ, ദൈവത്തെ നോക്കാതെ, ദൈവവചനം പറഞ്ഞ് കേൾക്കാതെ നീ പണം ഉണ്ടാക്കി ഒടുവിൽ നിനക്ക് തിന്നാനും കുടിക്കാൻ ഭാഗ്യമില്ലാതെ പോകും. സ്വത്രം. തട്ടിപ്പും വെട്ടിപ്പും കളിപ്പീരും കാപട്യമായിട്ട് മനുഷ്യനെ തിരിച്ചറിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് സ്വന്തം കൂടപ്പിറപ്പിനെ പോലും കുത്തി വീഴ്ത്തി ജയിക്കാൻ ഓടുന്ന ഓട്ടത്തിനിടയിൽ സ്നേഹിത, നിന്റെ വീഴ്ച ഭയങ്കരമാകുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അനർത്ഥം നീതിമാനെ കൊല്ലുന്നെന്നല്ല പറഞ്ഞത്, ദുഷ്ടനെ കൊല്ലുന്നെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നോക്ക്, ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് നടന്നാൽ സ്വത്രം എന്ത് സംഭവിക്കാന്നറിയാമോ? നീ ജീവിതത്തിൽ തോറ്റുപോകത്തില്ല, ജയിച്ചു പുറത്തു വരും. സ്വത്രം. എങ്ങനെ ജയിച്ചു പുറത്തു വരും? നമ്മൾ യെശയ്യാ 58:12 വായിക്കാമോ? സ്വത്രം. യെശയ്യാ 58:12. സ്വത്രം. സ്വത്രം. എന്താണ് പറയുന്നത്? യെശയ്യാ 58:12 ബൈബിളില്ലയോ? സ്വത്രം. നിന്റെ സന്തതി. ആരുടെ സന്തതി? ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നടക്കുന്നവന്റെ സന്തതി. സ്വത്രം. ഓക്കെ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കാണാൻ പ്രയാസമാണ്. ഇന്ന് ആരെ കളിപ്പിച്ചും തട്ടിച്ചും വെട്ടിച്ചും പിടിച്ചു പറിച്ചും പണമുണ്ടാക്കണം, സമൂഹത്തിൽ ഉന്നതനാകണം എന്ന് പറഞ്ഞ് ഓടുക. എന്തിനു പറയുന്നു? സ്വത്രം. ചില ദൈവദാസന്മാർ കുറെ സ്റ്റേജ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ വാക്ക് പാലിക്കാതെ ഫ്ലക്സ് പഠിപ്പിച്ച് പോസ്റ്റ് പഠിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഫ്ലക്സും പോസ്റ്റും എല്ലാം ഭിത്തിയിൽ ഒട്ടിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അമാര് വരത്തില്ല. സ്വത്രം. പ്രസംഗിക്കുന്നത് കേട്ട ഇപ്പൊ സ്വർഗവും ഞറക്കുമെന്ന. ഇങ്ങനെ കള്ളത്തരങ്ങളും കാവിട്ടികളും നടത്തി ജീവിക്കുന്ന ഒരുപാട് കൺവെൻഷൻ പ്രാസംഗികരുണ്ട്. അവർക്ക് കാലമുള്ളൂ. സത്യസന്ധമായി ദൈവത്തെ ഉയർത്തുന്നവർക്ക് കാലമില്ല. സ്വത്രം. ഈ കള്ളത്തരവും കാപട്യവും കാണിച്ച് നടത്തുന്നവർക്ക് സ്റ്റേജ് ഉള്ളൂ. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവർക്ക് ആരും സ്റ്റേജ് കൊടുക്കത്തുമില്ല. സ്വത്രം. ഇത് അന്ത്യകാലമാ കൂടപ്പുറപ്പുള്ള സഹോദരങ്ങളെ. സ്വത്രം. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന്. സ്വത്രം. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി വന്നിരിക്കും. വലിയ കൊമ്പും ഭയങ്കര പേരും പ്രശസ്തിയുള്ളവരെ കാല് മാറുന്നു. സ്വത്രം. ഒരുപാട് അനുഭവങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കേൾക്കാറുണ്ട്. ഈ രാത്രിക്കാലം നിങ്ങളോട് പറയട്ടെ, ആകുമെങ്കിലേ വാക്ക് പറയാവൂ, ആകത്തില്ലേ പറയരുത്. ലോകം ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ ഈ കള്ളന്മാരുടെ സ്വഭാവം. സ്വത്രം. എന്താണ് അവരുടെ ലക്ഷ്യം? ആത്മാക്കളെ വിടുതലൊന്നുമല്ല. ഇതിനേക്കായി കൂടുതൽ പണം അവിടെ കിട്ടും, ഇതിനേക്കായി കൂടുതൽ അംഗീകാരം അവിടെ കിട്ടും. ഇങ്ങനെ പണത്തിനും അംഗീകാരത്തിനും വേണ്ടി ഓടിയവര് പലരും ഇന്ന് കടന്ന് അയ്യം വിളിച്ചോണ്ടിരിക്കുക. ഇവിടെ പറയുന്നത് നിന്റെ സന്തതി
ദൈവത്തെ നീ ഭയപ്പെട്ടാൽ നിന്റെ സന്തതി ആഹാരം ഇരക്കുമെന്നല്ല പറയുന്നത്. സ്വത്രം എന്ത് ചെയ്യും? പുരാതന ശൂന്യങ്ങളെ പണിയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതാക്കന്മാർ കണ്ട സ്വപ്നങ്ങളുണ്ടല്ലോ, അവർക്ക് സാധിച്ചെടുക്കാൻ കഴിയാതെ ഇരുന്ന ആ ഒരു ആഗ്രഹമുണ്ടല്ലോ, അത് നിന്റെ സന്തതിയിലൂടെ ദൈവം ചെയ്തെടുക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന, കഴുത്തു പോകേണ്ടി വന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ സ്വർഗം ചേർത്ത് പിടിക്കും. സ്വത്രം. പക്ഷെ ലോകം അവരെ തള്ളിക്കളയും. വ്യക്തമായി പറയട്ടെ, വചനം പറയുന്നു, നിന്റെ സന്തതി തോറ്റു പോകുമെന്നല്ല, നിന്റെ സന്തതി എരന്ന് നടക്കുമെന്നല്ല, നിന്റെ സന്തതി മദ്യപിച്ച് മതോത്പത്തനായി ഓടെ കിടക്കുമെന്നല്ല, മയക്കുമരുന്ന് പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമെന്നല്ല, പിന്നെയോ അവൻ നീ ആഗ്രഹിച്ചത് പണിതെടുക്കും. സ്വന്തം അതാ ദൈവത്തിന്റെ വാഗ്ദത്തം. സ്വത്രം. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കണം. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു, അത് ഏറ്റെടുക്കണം. സ്വത്രം. എന്നിട്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുന്നവരുടെ തലമുറ ഒരിക്കലും പട്ടുപോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. ആ മാതാപിതാക്കൾക്ക് ഒരിക്കലും തങ്ങളെ ഓർത്ത്, കണ്ട കുഞ്ഞുങ്ങളെ ഓർത്ത് കരയേണ്ടി വരത്തില്ല. സ്വത്രം. കാരണം എന്റെ കർത്താവ് പറഞ്ഞു, ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. നീ ചോദിക്ക്, വേണ്ടതെല്ലാം ഞാൻ നിനക്ക് നൽകിത്തരാം. ആർക്ക്? ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവത്തെ പിൻപറ്റുന്നവർക്ക്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നേ? പുരാതനശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കും. സ്വത്രം. അടുത്ത, കേടു തീർക്കുന്നവനൊന്നും കുടിയിരുപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനമാക്കുന്നവനെന്ന് നിനക്ക് പേർ പറയും. ആർക്ക്? മാതാവേ, പിതാവേ, നിനക്ക് പേർ പറയും. നിന്റെ സന്തതി മൂലം നീ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നിൽക്കണം. കഷ്ടം വരും, പ്രയാസം വരും, പ്രതിസന്ധി വരും, രോഗം വരും, ദുഃഖം വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. പക്ഷെ അതൊന്നും നിന്റെ നാശത്തിനല്ല, നിന്റെ ഉയർച്ചയ്ക്കാണെന്ന് തിരിച്ചറിയണം. സന്തോഷത്തോടെ ഇരുന്ന ഇയ്യോബിന്റെ അടുക്കല് സ്വത്രം പിശാച് ചെന്നിട്ട്, സ്വത്രം, അവന്റെ സന്തോഷം കണ്ടപ്പോ ഇഷ്ടപ്പെടാതെ വന്നിട്ട് അവനെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞു. എന്തുകൊണ്ടാ ഇയ്യോബിനെ ഒന്നും ചെയ്യാൻ ഒക്കാതെ ഇരുന്നത്? സ്വത്രം. യോബിനു ചുറ്റും ദൂതന്മാർ കാവൽ നിന്നിരുന്നു. യോബിന്റെ സമ്പത്തിനു ചുറ്റും, യോബിന്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ദൂതന്മാർ കാവൽ നിന്നിരുന്നു. സ്വത്രം. അവന്റെ കുടുംബത്തിനകത്തെ സന്തോഷത്തെ തല്ലിക്കെടുത്ത് നോക്കിയിട്ട് കഴിയാതെ വന്നപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പരാതി പറയുക. ചുമ്മാതാന്നോ അവൻ നിന്നെ ആരാധിക്കുന്നത്? നീ അവന് വേണ്ടതെല്ലാം കൊടുത്തില്ലേ? ഇന്ന് എത്ര കിട്ടിയാലും തികയത്തില്ല. സ്വത്രം. അതുകൊണ്ട് ദൈവവും തീരുമാനിച്ച് ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോട്ടെ, തിന്നണ്ട. നീ സ്വത്രം തിന്നണ്ട. ഇന്ന് പകൽക്കാലം ഞാനൊരു കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുകയുണ്ടായി, സ്വത്രം, മക്കളെ ദൈവം തന്നത് ആവശ്യത്തിന് തിന്നണോടാ. സ്വത്രം. ചാവുമ്പോ അങ്ങ് ചാവും, പക്ഷെ തിന്നാതെ ഇരിക്കരുത്. തിന്നാതിരുന്ന നീ പെട്ടെന്ന് ചാവും, തിന്നാ കുറെ കാലം കൂടി ജീവിക്കും. സ്വത്രം. കർത്താവ് അതെന്നാ പറഞ്ഞ? മക്കളെ വെട്ടി തിന്നടാന്നാ പറഞ്ഞത്. സ്വത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഞാൻ വ്യക്തമായി പറയട്ടെ, ഇയ്യോബിന്റെ മുമ്പിൽ സ്വത്രം പിശാച് തോറ്റത് എങ്ങനെയാണെന്ന് അറിയാമോ? പണം കൊടുത്തിട്ടല്ല പിശാചിനെ തോൽപ്പിച്ചത്. സ്വത്രം. ഇയ്യോബിന്റെ വസ്തുക്കളെ കാണിച്ച് ഇതിന്റെ കുറച്ച് നിനക്ക് തരാൻ എന്നെ ശല്യം ചെയ്യലെന്ന് പറഞ്ഞതല്ല, വിശ്വാസത്താൽ പിശാചിന്റെ തല തകർന്നു. സ്വത്രം. പിശാച് സകലതും നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞു. സ്വത്രം. സകലതും നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ പേരാ പറഞ്ഞത്, അല്ലേ? ബൈബിൾ വായിച്ചാൽ മനസ്സിലാകും. സ്വർഗത്തു നിന്ന് ദൂതൻ ഇറങ്ങി, മറ്റൊരു ദൂതൻ ഇറങ്ങി. സ്വത്രം. സ്വർഗത്തു നിന്ന് തീ ഇറങ്ങി. അപ്പൊ സ്വർഗത്തു നിന്ന് ദൂതൻ വരുമെന്നും തീ വരുമെന്നൊക്കെ ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് പിശാച് ദൂതന്റെ പേര് പറഞ്ഞ്, ദൈവത്തിന്റെ പേര് പറഞ്ഞ് യോബിനെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും യോബ് എന്ത് പറഞ്ഞില്ല? ദൈവത്തെ നിന്ദിച്ചില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഒരു കാലത്തും നിങ്ങളെ അവൻ കൈവിടത്തില്ല. സ്വത്രം. എന്നാൽ വ്യക്തമായി പറയട്ടെ, സ്വത്രം, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം നീ യാത്ര ചെയ്താൽ സ്വത്രം, ഒരു ദൈവ കോപത്തിനും നീ ഇരയായി മാറുകയില്ല. നീ സന്തോഷത്തോടെ നീ പുറത്തു വരും, അനുഗ്രഹിക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെട്ടവളുമായി. സ്വത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 3-4 വാക്യൊന്ന് വായിച്ചേ. സ്വത്രം. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. സ്വത്രം. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്ന. കൈ എവിടെ വെച്ചോണേ? സ്വത്രം. സർവശക്തനായ ദൈവം പറയുക, എനിക്ക് നിന്നെ അനുഗ്രഹിച്ച് നിനക്ക് വേണ്ടത് തരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞാനത് കൊണ്ടുവന്ന് തരാൻ ശ്രമിക്കുമ്പോൾ നിന്റെ കയ്യിലിരിക്കുന്ന അകൃത്യമാകുന്ന രക്തക്കറ കണ്ടിട്ട് തരുവാൻ എനിക്ക് മനസ്സാകുന്നില്ല. സ്വത്രം. സ്വത്രം. ഇപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? സ്വത്രം. ഇങ്ങനെ ചന്തിയിലൊന്ന് തുടയ്ക്കും, കുഴപ്പമില്ല, ഒന്ന് നോക്കും, ഇനി പോരട്ടെന്ന് പറയും. പക്ഷെ ഞാൻ വ്യക്തമായി പറയാം, ദൈവഹിതമല്ലാത്തത് നിന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കണക്ക് പറയേണ്ടി വരും. സ്വത്രം. എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വില കൊടുക്കേണ്ടി വരും. സ്വത്രം. എന്തിനിത് പറയുന്നെന്നറിയാമോ? അന്ത്യകാലമായത്. ഈ അന്ത്യകാലത്തിൽ മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട്, രോഗം പേറി, കടഭാരം പേറി ആലയിക തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഏതൊക്കെ മലകൾ കയറാമോ, ഏതൊക്കെ താഴ്വാരങ്ങളിൽ കുമ്പിടാമോ, ഏതൊക്കെ സ്ഥലങ്ങളിൽ നേർച്ച കാഴ്ചകൾ കൊടുക്കാമോ, എന്തിനു വേണ്ടിയാ? അല്പ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും. പക്ഷേ ലഭിക്കുന്നില്ല. സ്വത്രം. കിട്ടുന്നത് മുഴുവനും തങ്ങൾക്ക് തിന്നേണ്ടത് മൊത്തം ഡോക്ടർമാർ തിന്നുകൊണ്ടിരിക്കുക, ലാഭകാര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സ്വത്രം. നീയോ വേദനപ്പെട്ട്, സ്വത്രം, വേദനപ്പെട്ട് ഉറക്കമില്ല, ഊണില്ല, സമാധാനമില്ല, തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അലഞ്ഞിട്ട് ഒടുവിൽ പാസ്റ്റർമാരെ വിളിച്ചോണ്ടിരിക്കുക. 100 പാസ്റ്ററെ വിളിക്കുന്നമാരും മിക്കമാരും കള്ളന്മാരാ. സ്വത്രം. ആമാര് പറയുന്ന ഒരു കാര്യമുണ്ട്, 50,000 രൂപ, 20,000 രൂപ, 10,000 രൂപ, 15,000 രൂപ. സ്വത്രം. ഫീസ് തന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. സ്വത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കള്ളന്മാരെ ഇനിയെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്വത്രം. പ്രതിഫലം ചോദിച്ച് പ്രാർത്ഥിക്കാൻ വരുന്ന ഒറ്റ ഒരുത്തനെ വീട്ടിന്റെ പടി കയറ്റരുത്. സ്വത്രം. ദൈവത്തിന്റെ നാമത്തിൽ നീ കൊടുക്കാൻ മനസ്സുള്ളവനാണെങ്കിൽ നിന്റെ വീട്ടിൽ ദൈവം അയക്കും ദൈവദാസന്മാരെ. അങ്ങനെ നീ അവരോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്വത്രം. പ്രാർത്ഥനയും കണ്ണുനീരും കൊണ്ട് ദൈവത്തിന് അനുഗ്രഹം പ്രാപിപ്പാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഇടത്തും വലത്തും നോക്കാതെ യോബ് പ്രാർത്ഥിച്ചതുപോലെ അവനെന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കില്ല. സ്വന്തം ഭാര്യ വന്ന് പറയുക, മനുഷ്യ ലജ്ജയില്ലയോ ഇനിയും ദൈവത്തെ മുറുകെ പിടിച്ചോണ്ടിരിക്കാൻ? യോബ് പറഞ്ഞത് ഇങ്ങനെ, നന്മ വന്നപ്പോഴും ഞാൻ സന്തോഷിച്ചു, തിന്മ വന്നപ്പോഴും എനിക്ക് സങ്കടമില്ല, സന്തോഷമേ ഉള്ളൂ. യഹോവ തന്നതായത്. സ്വത്രം. എന്റെ ദൈവത്തിനറിയാം എനിക്കെന്തു വേണമെന്നുള്ള കാര്യം. അതെനിക്കെന്റെ ദൈവം തരും. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നീ സേവിക്കുന്ന ദൈവം നിന്നെ മറന്നു കളയത്തില്ല, നിന്നെ കൈവിടത്തില്ല. നീ ആഗ്രഹിക്കുന്ന മഹത്വത്തിൽ നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിക്കുന്ന കാലം വരെയും ഏതെല്ലാം പിശാച് നിനക്കെതിരെ പോരാടിയാലും നീ തകർന്നു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. പത്രം. തന്റെ സ്നേഹിതന്മാർ പറഞ്ഞ വാക്കെന്തുവാ? നീ പലരെയും സഹായിച്ചവനല്ലേ, നീ പലരെയും തളർന്ന കൈകളെ ബലപ്പെടുത്തിയവനല്ലേ, നീ പലരെയും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിച്ചവനല്ലേ,
എന്നിട്ടും നിനക്ക് ഗതികേട് വന്നല്ലോടാ. കരുണയില്ലാത്ത ദൈവം നിന്നെ ഇങ്ങനെ ശിക്ഷിച്ചല്ലോടാ. സ്വത്രം. വെളിപ്പാടില്ലാത്തവൻ, സ്വത്രം, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ആരാധിക്കുന്നവന് ദൈവത്തെ കുറ്റമേ പറയത്തുള്ളൂ. അത് കേട്ട് വിശ്വാസിയെ നീ പുറകോട്ട് നോക്കല്ലേ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവെന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കും. സ്വത്രം. അങ്ങനെയെങ്കിൽ നീ തകർന്നു പോകത്തില്ല, അങ്ങനെയെങ്കിൽ നീ നശിച്ചു പോകത്തില്ല. സ്വത്രം. യോബ് പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാ. യഹോവ തന്നു. സ്വത്രം. ഈ 60 വർഷം എന്നെ നിർത്തിയത് സർവശക്തനായ ദൈവമാണ്. സ്വത്രം. യഹോവയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൻ വിളിക്കും. ആ സമയത്ത് ഞാൻ പോകാൻ ഉറപ്പോടെ നിൽക്കുക. സ്വത്രം. എനിക്ക് ഭയമില്ല. കാരണം ലോകത്തിൽ നിർത്തിയ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം കുറയാത്തത് കൊണ്ട് ദൈവം ഇന്നുവരെ നിർത്തി. നാളത്തെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ വ്യക്തമായി ഞാൻ പറയാം, യഹോവയുടെ തിരുമുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്തുനിന്ന് ദൈവം നോക്കുമ്പോൾ കുഞ്ഞ് നിന്റെ മുഖം അവൻ കണ്ടാലുണ്ടല്ലോ, നിന്നെ ആദരിക്കാതെ എന്റെ കർത്താവ് പോകത്തില്ല. ഇടത്തും വലത്തും ആരൊക്കെ നിന്ന് എന്തൊക്കെ നിന്നെ പറഞ്ഞാലും നീ നീതിയോടെയാണ് ദൈവത്തെ സേവിച്ചതെങ്കിൽ, വചനപ്രകാരമാണ് ദൈവസനെ നിന്നെങ്കിൽ നീ ഉയർച്ച പ്രാപിക്കും, നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വാർദ്ധക്യം നരയുമുള്ള കാലത്ത് കർത്താവ് നിന്നെ കൈവിടത്തില്ല. സ്വത്രം. എന്താ മക്കൾ അടുത്ത വാക്യം പറയുന്നത്? നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം നിന്നിൽ വരാതെ ഇരിക്കുന്നതിന്റെ കാരണം നീ നാവെടുത്ത കള്ളം പറയത്തേ ഉള്ളൂ, സത്യം പറയത്തില്ല. സ്വത്രം. മാത്രവുമല്ല, സ്വത്രം പാലിക്കത്തുമില്ല. സ്വത്രം. വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ദൈവദാസൻ അത് പാലിക്കണം. ഒരു വിശ്വാസി പാലിച്ചില്ലെങ്കിലും അത് ഇത്തിരി ക്ഷമിക്കാം. ഒരു ദൈവദാസൻ പാലിച്ചില്ലെങ്കിലോ? സ്വത്രം. പ്രത്യേകിച്ചും ആയിരക്കണക്കിന് ജനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവദാസനാണെങ്കിലോ? സ്വത്രം. എന്ത് പറയണം? സ്വത്രം. അതാണ് ഇന്നത്തെ ലോകം. അതാണ് ഇന്നത്തെ ലോകം. കർത്താവ് പറഞ്ഞു, സ്വത്രം, നിനക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ പറയാൻ കഴിയൂ, മാത്രമേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ പറയാൻ പോകരുത്. സ്വത്രം. എന്തുവരും? ദൈവകോപം. സ്വത്രം. ഇപ്പൊ ഒരു വലിയ കാര്യം എനിക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നത്, ഇപ്പൊ എത്ര കോപം വന്നാലും ഒരു പ്രശ്നമില്ല. പണ്ട് കുഞ്ചൻനാമ്പേ വരെ പറഞ്ഞ പരിപാടിയായി ഇപ്പം ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. സ്വത്രം. അത് ഈ പലിശക്കാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇവിടെ ആദർശ് നടത്തുന്ന പലിശക്കടയിൽ 15 രൂപ 100 രൂപയ്ക്ക് പലിശ. അപ്പോഴാണ് ബീനച്ചേച്ചി നടത്തുന്ന പലിശക്കടയിൽ 20 രൂപ പലിശ. അപ്പം 15 രൂപയ്ക്ക് ചെന്നപ്പോൾ കാണാം അപ്പുറത്ത് ബോർഡ് ഇരിക്കുന്ന 20 രൂപ പലിശ. അങ്ങനെയാണെങ്കിൽ അത്രയും കാലം ആദർശിനോട് കൂടെ നിന്ന് ഓക്കെ 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 പറഞ്ഞവൻ സ്വത്രം എവിടെ പോകും? ബീനച്ചേച്ചിയുടെ 20 രൂപയ്ക്ക് പോകും. ഇവനെയൊക്കെ എന്തോ പറയണം? സ്വത്രം. ഇത്രയും കാലം ആദർശിന്റെ കൂടെ യെസ് പറഞ്ഞു നിന്നവൻ 5 രൂപയ്ക്ക് വേണ്ടി സ്വന്തം മാന്യത വിറ്റിട്ട് ഞെളിഞ്ഞു നിൽക്കുക. സ്വത്രം. കർത്താവ് കൈവിടും, കർത്താവ് അടിക്കും, ഒരു പരിധിവരെയൊക്കെ പോകും. അത് കഴിയുമ്പോൾ കർത്താവ് കൊടുക്കും പണി. സ്വത്രം. വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, യോബിന് നന്നായിട്ടറിയായിരുന്നു. സ്വത്രം. യോബിനറിയാം, എന്നെ ഇവിടുത്തോളം കൊണ്ടുവന്നത് എൻ്റെ പെണ്ണും പിള്ളയല്ല, എൻ്റെ ബാല്യക്കാരല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ ദൈവമാ. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പുകളെ, മക്കള് മാറിപ്പോകും, ബാല്യക്കാര് മാറിപ്പോകും, ഭാര്യ മാറിപ്പോകും, ഭർത്താവ് മാറിപ്പോകും, പക്ഷെ കർത്താവ് മാറിപ്പോകത്തില്ല. നിന്നോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം നിവർത്തി പൂർത്തീകരിക്കുന്ന കാലം വരെയും എന്റെ കർത്താവ് നിന്റെ കൂടെ നിൽക്കും. വലിയ സ്റ്റേജും വലിയ ആൾക്കൂട്ടമൊന്നും ഉണ്ടായെന്ന് വരത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ കർത്താവ് ഇതിന്റെ കൂടെ ഉണ്ടെന്ന് നീ ജയിച്ച് പുറത്തു വരും. സ്വത്രം. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. സ്വത്രം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം പറഞ്ഞത്,
നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതെ ഇരിപ്പാൻ നോക്കിക്കൊള്ളണേ. പിശാച് നിന്നെ തള്ളിയിടും. ആ വീഴ്ച ഭയങ്കരമാകും. ആ സമയത്ത് അവിടെ ഇവിടെ ഒടിഞ്ഞു തൂങ്ങി അവസാനം എഴുന്നേക്കാൻ പോലും കഴിയാതെ കടന്ന് അയ്യം വിളിക്കിടന്ന അവസ്ഥ വരാതെ ഇരിക്കണമെങ്കിൽ നിന്നെ നീയാക്കി തീർത്ത, ഇവിടത്തോളം നിന്നെ കൊണ്ടുവന്ന, ഇത്രത്തോളം നിന്നെ നിർത്തിയ ദൈവത്തിന് വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ നില്ല്. കർത്താവ് നിന്നെ താങ്ങും. യോബിന്റെ ജീവിതത്തിൽ അവിശ്വസ്തത ഇല്ലാഞ്ഞതുകൊണ്ട് സർവശക്തനായ ദൈവം യോബിന് മുൻപുണ്ടായിരുന്നാലും അധികം കൊടുത്ത് നിറച്ചെങ്കിൽ ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നിന്റെ സന്തതി അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിൽ, നിന്നെ ഉയർത്താമെന്ന് വാക്ക് പറഞ്ഞെങ്കിൽ, നിന്റെ കൂട്ടാളിയെ മാനിക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിൽ, ഈ പ്രതികൂലങ്ങൾ മാറുന്ന ദിവസമുണ്ടാകും, ഈ കണ്ണുനീര് നീങ്ങുന്ന ദിവസമുണ്ടാകും, ഈ കഷ്ടപ്പാടുകൾ മാറിപ്പോകുന്ന ദിവസമുണ്ടാകും. കർത്താവ് ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീരിനെ തുടച്ച് മാനിക്കുന്ന നാളുകൾ അധികം വിദൂരമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും കുഞ്ഞെ. ആരൊക്കെ മാറിപ്പോയാലും 49:15 പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും, പ്രസവിച്ച കുഞ്ഞോട് കരുണ തോന്നാതെ ഇരിക്കും, എങ്കിലും യേശു കർത്താവ് നിന്നെ മറക്കത്തില്ലെന്ന്. അങ്ങനെങ്കിൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിൽക്കുന്നിടത്തോളം കാലം നിന്നോട് പിശാച് പോരാടിക്കൊണ്ടിരിക്കും. വായിച്ച മക്കളെ, ആ സ്വോത്രം, സ്വോത്രം. നിങ്ങളുടെ നാവ് സത്യം സംസാരിക്കുന്നില്ല, ഭോഷ്ക് പറയുന്നു. സ്വോത്രം. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളോട് അറപ്പാകുന്നു. സ്വോത്രം. യെശയ്യാ 51, യെശയ്യാ 58:1 അല്ല, ആവർത്തന പുസ്തകം 28:1. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വോത്രം. യെശയ്യാ 59:3-4 അല്ലേ വായിച്ചത്? സ്വോത്രം. ഇനി യെശയ്യാ 58:1. യെശയ്യാ 58:1. സ്വോത്രം. ഹല്ലേലൂയ, സ്വോത്രം. ഉറക്ക വിളിക്കണം. സ്വോത്രം. നീ ദൈവത്തെ വിളിക്കുമ്പോൾ കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി ദൈവത്തെ വിളിക്കണം. സ്വോത്രം. കാഹളം പോലെ ശബ്ദമുയർത്തി ദൈവത്തെ വിളിക്കണം. എന്താ, ദൈവത്തിന് കേൾക്കാൻ ചെവിയില്ലയോ? ഇത്രയോ ഉച്ചത്തിൽ എന്തിനാണ് വിളിക്കുന്നത്? പതിയെ വിളിച്ചാൽ കേൾക്കത്തില്ലയോ? കേൾക്കും. പക്ഷെ നീ ദൈവത്തെ വിളിക്കുന്ന പിശാചൊന്ന് കേൾക്കണം. സ്വോത്രം. അവന്റെ കേവിയൊക്കെ അടഞ്ഞു പോയിട്ട് കാലം കുറെ ആയെന്നേ. കാരണം വചനം പറയുന്നുണ്ട്, എത്ര ഊത്ത് അവന്റെ ചെവിയെ കൊണ്ട് ഊതിയാലും അവൻ അനങ്ങത്തില്ലെന്ന്. പൊട്ട ചെവിയായി, അവന്റെ ചെവി അടഞ്ഞു പോയിട്ട് കാലം കുറെ. എന്നിട്ട് അവിടെ ചെന്ന് നടന്ന് അയ്യോ എന്നും പറഞ്ഞ് കുമ്പിടുക. സ്വോത്രം. സ്വോത്രം. നീയും അതുപോലെ പൊട്ടനായി പോകത്തേ ഉള്ളൂ. സ്വോത്രം. നീ ഒരിക്കലും സന്തോഷിക്കാൻ ഇടവരത്തില്ല. കാരണം ഈ പൊട്ടന്റെ മുന്നിൽ ചെന്നിട്ട് എന്ത് വിളിച്ചാലും പൊട്ടൻ കേൾക്കുവോ? ഇല്ല. അതുപോലെ നീയും ഈ ലോകത്തിൽ കാണുന്നതിന്റെ പുറകിൽ ചെന്ന് വിളിച്ചിട്ട് എന്ത് പ്രയോജനം? കുഞ്ഞ്, ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിച്ചിട്ട് ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിക്ക്. സ്വർഗം ഇറങ്ങി വരും. അങ്ങനെ വിളിച്ചാൽ സ്വോത്രം. ദൈവത്തിന് വരും. ആവർത്തനം 28:1. സ്വോത്രം. ഉറക്ക വിളിച്ചാൽ സ്വർഗത്തിലെ വിളി കേൾക്കും. കേട്ടാൽ അവൻ അടങ്ങിയിരിക്കത്തില്ല, ഇറങ്ങി വന്ന് അതിന് മറുപടി തരും. സ്വോത്രം. എന്താ ആവർത്തന പുസ്തകം 28 പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചാൽ. സ്വോത്രം. സ്വോത്രം. ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ചാൽ എന്ത് സംഭവിക്കും? സ്വോത്രം. നിന്റെ ദൈവമായ യഹോവ ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കേ,
സ്വത്രം. ഉറക്കെ വിളിച്ച് നീ ദൈവസനിൽ പ്രാർത്ഥിക്കുമ്പോൾ സകല ജാതികൾക്കും മീതെ സ്വർഗത്തിലെ ദൈവം നിന്നെ ഉന്നതനാക്കും. കർത്താവ് നിന്നെ താഴ്ത്തിക്കളയും എന്നല്ല പറഞ്ഞത്, നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറുമാറാക്കും. കൂടപ്പുറപ്പേ, ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നില്ല്. സ്വത്രം. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞ് മഹത്വം ദൈവത്തിന് കൊടുക്ക്. എണ്ണിയാൽ തീരാത്ത നന്മകൾ കൊണ്ട് സ്വർഗം നിന്നെ നിറച്ച് മാനിക്കും. സ്വത്രം. പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും സ്വത്രം നിങ്ങൾ നിൽക്കുമ്പോൾ ഓർക്കണം, എന്നെ ഇവിടുത്തോളം കൊണ്ടുവരുവാൻ സഹായിച്ചത് ലോകത്തിലെ മനുഷ്യരല്ല, ഞാൻ സേവിച്ച ദൈവമാണ്. സ്വത്രം. എൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം സംരക്ഷിച്ചത് ഞാനല്ല, ഞാൻ സേവിച്ച ദൈവമാ. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ വന്ന വഴികളും നടത്തി വിധങ്ങളും കരുതിയ നന്മകളും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ വഴികളിൽ ചെന്ന്, എടുത്തോ വായിച്ചേ, നല്ല വഴി ഏതെന്ന് പഴയ വഴികളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. സ്വത്രം. നിങ്ങൾ വഴികളിൽ ചെന്ന്, സ്വത്രം, നിങ്ങൾ വന്ന വഴിയും നല്ല വഴിയും പഴയ വഴിയും ഏതെന്ന് ചോദിക്കണം. സ്വത്രം. എന്നിട്ട് നെല്ല് മക്കളെ, ഇപ്പോഴത്തെ വഴിയെല്ലാം കുണ്ടും കുഴിയുമാ. പക്ഷെ പഴയ വഴിയിൽ കുണ്ടുമില്ല കുഴിയുമില്ല. സ്വത്രം. എന്താ കാരണം? സ്വത്രം. ഇപ്പോഴത്തെ ടാറിടിയിൽ നല്ലതായതുകൊണ്ടാണ് കുണ്ടും കുഴിയും വരുന്നത്. സ്വത്രം. പണ്ട് ടാറില്ലാഞ്ഞുകൊണ്ട് നല്ല വഴിയായിരുന്നു. സ്വത്രം. കണ്ടിട്ടില്ലേ? സ്വത്രം. ഇവിടുന്ന് അപ്പുറം തൊട്ട് പോണെങ്കിൽ ഇങ്ങനെ മൂക്കി വലം വെക്കുന്നതിൽ ഇങ്ങനെ കറങ്ങിപ്പോണ്ട, അപ്പുറത്തെ പറമ്പിൽ കൂടെ ചാടി അങ്ങ് അപ്പുറത്ത് പോവാം. സ്വത്രം. ആരും ഒരു കുറ്റവും പറയത്തില്ല. ഇപ്പം പറമ്പിൽ കൂടെ ചാടിയ പട്ടിയെ വിട്ട് കടുപ്പിക്കും. ഇപ്പൊ ചാടാതിരിക്കാൻ വേണ്ടി സെൻട്രൽ ജയിൽ പോലെ മതിൽ കെട്ടി വെച്ചേക്കുക. സ്വത്രം. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞു, മക്കളെ, പഴയ വഴി നല്ല വഴിയായിരുന്നു, ഇപ്പോഴത്തെ വഴി മോശമാണ്. അതുകൊണ്ട് ആ പഴയ വഴിയുടെ കാലം ഓർക്കണം. ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, കൂട്ടായ്മയുടെ. സ്വത്രം. അങ്ങനല്ലേ? പണ്ടത്തെ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വചനം പറയുന്നത് പഴയ വഴിയിലൂടെ നടക്കാൻ, എങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും, നീ സന്തോഷത്തോടെ വസിക്കും. പുതിയ വഴി തേടുമ്പോഴാണ് പ്രശ്നം വരുന്നത് മൊത്തം. അവിടെയാണ് എന്തൊക്കെ വരുന്നത്? അസൂയ, കുശുമ്പു, ഗുന്നാമ, ഈർഷ, ദ്വന്ദ്പക്ഷം, വൈരാഗ്യം. സ്വത്രം. എന്തിനു പറയുന്നത്? അത് അവസാനം കൊലപാതകത്തിൽ കൊണ്ടെത്തിക്കും. സ്വത്രം. കഴിഞ്ഞൊരു ദിവസം ഒരു പ്രിയപ്പെട്ട സഹോദരി എന്നെ വിളിച്ചു. സ്വത്രം. വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞങ്ങൾക്കൊരു 4 ഏക്കർ വസ്തുവുണ്ട്. അവസാനം എൻ്റെ വസ്തുവിനെടുത്ത് വന്ന ഒരാൾ താമസിക്കാൻ വന്ന്, അദ്ദേഹത്തിന് ഞങ്ങളുടെ പറമ്പിൽ കൂടെ പോസ്റ്റ് വലിക്കാൻ കാര്യം സ്ഥലമില്ലാഞ്ഞുകൊണ്ട് പറമ്പിൽ കൂടെ പോസ്റ്റ് കൊടുത്തത്. ഇപ്പൊ അദ്ദേഹം ഞങ്ങളുടെ വസ്തു കൂടെ വെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. സ്വത്രം. ഞാൻ പറഞ്ഞ്, 4 ഏക്കർ ഇല്ലേ, ഒരു 2 സെന്റ് വസ്തു ആ മനുഷ്യൻ പറമ്പിൽ കൂടെ വയറ് വലിക്കാൻ എടുത്താൽ എന്തിനിത്ര കിടന്ന് ചാവുന്ന? ആരും എടുത്ത് കൊണ്ടുപോകത്തില്ലല്ലോ, ആരും കൊണ്ടുപോകത്തില്ലല്ലോ. അപ്പൊ ആന്റി പറഞ്ഞൊരു കാര്യം കേൾക്കണേ, കൊടുത്തതാ വിനയായിപ്പോയെന്ന്. ശരി, അവരിച്ചിരി വെളിച്ചത്തിൽ കിടന്നോട്ടെന്നല്ല ഈ പെന്തിക്കോസ് അമ്മാമ്മ വിചാരിക്കുന്നത്, അവൻ ഇരുട്ടി കിടക്കണം. ഇപ്പൊ കൊടുത്തത് വിനയായിപ്പോയി. അമ്മാമ്മ ചെയ്തെന്തോന്നറിയാമോ? അവിടെ അങ്ങ് കെട്ടിമറച്ച് മൊത്തം അവരെ ഇനി കാണണ്ട. എന്നിട്ട് ആ പള്ളി ചെന്നിരുന്നിട്ട്, എന്തതിശയമേ ദൈവത്തിന് സ്നേഹം, യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, നീ പോവത്തില്ല. മണ്ണിനും പെണ്ണിനും പണത്തിനും വേണ്ടി ദൈവത്തെ മറന്ന്, കൂടപ്പുറപ്പിനെ മറന്ന്, സ്വത്രം, നാട്ടുകാരെ മറന്ന്, വീട്ടുകാരെ മറന്ന്, വൈരാഗ്യ ബുദ്ധി വെച്ചുകൊണ്ട് നീ എത്ര തുള്ളിയാലും പാടിയാലും കൊട്ടിയാലും എന്തെല്ലാം നേർച്ച കാഴ്ച കൊടുത്താലും കുഞ്ഞ് നീ സ്വർഗത്ത് പോകത്തില്ല. കാരണം എൻ്റെ കർത്താവ്
ഇങ്ങനെയുള്ള കള്ളന്മാരെ കൊണ്ടുപോകാനല്ല വരുന്നത്. സ്തോത്രം. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന നിന്നെ കൊണ്ടുപോകാനാണ് വരുന്നത്. എന്ത് കഷ്ടം വന്നാലും എൻ്റെ കർത്താവ് മതിയെന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ കൊണ്ടുപോകാനാ കർത്താവ് വരുന്നത്. ഞാൻ ആ അമ്മാമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മാമേ 2 സെന്റ് അല്ലെങ്കിൽ 10 സെന്റ് ആയാലും പോട്ടെ, 4 ഏക്കർ ഇല്ലയോ? ഒരു മോനേ ഉള്ളൂ, ഓർക്കണം, ഒറ്റ മോനേ ഉള്ളൂ. സ്വത്രം. ആ മോൻ ഇവിടെ കൊല്ലം അയർലൻഡിലാ. സ്വത്രം. മോന്റെ ഭാര്യ എവിടെന്നറിയുമോ? കാനഡയില്. അമ്മാമ്മ പ്രാർത്ഥിക്കാൻ വിളിച്ചതാ. ആർക്ക് വേണ്ടി? തൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന കൂട്ടുവിശ്വാസി, സഭയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി, ഒരു സഭയിലെ പള്ളിക്കാരാ. ആ വിശ്വാസി തകരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വത്രം. ഞാനിങ്ങനെ പറഞ്ഞു, അതിന് വേറെ ആളിനെ നോക്കണം. സ്വത്രം. അതിന് വേറെ ആളിനെ നോക്ക്. എൻ്റെ ജോലി അതല്ല. ആദ്യമേ നിങ്ങൾ എന്തിനു കൊടുത്തു? അന്ന് ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പം നിങ്ങളെക്കായി വലിയൊരു വീട് വെച്ചപ്പോഴത്തേക്ക് അവരുടെ സ്നേഹം അങ്ങ് പോയി. ഇതാ വിശ്വാസി. എന്നിട്ട് ഇപ്പൊ കർത്താവ് വന്ന് ഞാനങ്ങ് പറന്നിടുമെന്ന് പറയുന്നത്. കുഞ്ഞേ, നിന്നെ തൂക്കി നോക്കുന്ന 2 പേരുണ്ട് കേട്ടോ. എന്നെ ഈ മൊബൈലിലൂടെ കേൾക്കുന്ന, മെസ്സേജിലൂടെ കേൾക്കുന്ന കൂടപ്പുറപ്പുകളെ, നിങ്ങളെ തൂക്കി നോക്കുന്ന 2 പേരുണ്ട്. അത് ആരുടെ കരത്തിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ തൂങ്ങപ്പെടുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ കരത്തിലാ. അത്രം. പിശാച് നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികളായിട്ട് വരും. പക്ഷെ ദൈവം നോക്കുന്ന നീ തോൽക്കാനല്ല, നീ ജയിക്കാനാ. പക്ഷെ നീ തോൽക്കുന്ന പണി കാണിച്ചാൽ പിന്നെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സ്വത്രം. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നേ, അന്നാളിൽ, ഏത് നാളിൽ? നിന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നിന്റെ കരം ബലഹീനമായി മാറും. അന്ന് നിന്നെ അറിയുന്നില്ല എന്ന് സ്വർഗം പറയാതിരിക്കണമെങ്കിൽ ഇന്ന് നിന്റെ കുറവുകളെ സമ്മതിച്ച്, നിന്റെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞ്, അപ്പാ ഇക്കാലം ഇത്രയും ജീവിപ്പാൻ നീയാണ് എന്നെ സഹായിച്ചത്, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ വിടല്ലേ എന്ന് പറഞ്ഞ് ദൈവം മുമ്പാകെ നിന്നെ താഴ്ത്തിക്കൊടുത്താലുണ്ടല്ലോ, അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തി മാനിക്കും. വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവത്തിന്റെ നീതി ഉണ്ടല്ലോ, അതാർക്കും എടുത്തു കളയാൻ പറ്റാത്തതാ. സ്വത്രം. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം, ഞാൻ തോറ്റുപോകും, എൻ്റെ കുഞ്ഞുങ്ങൾ തോറ്റുപോകും, എൻ്റെ കൂട്ടാളി തോറ്റുപോകും, ഞങ്ങൾ ഇനി ഒരിക്കലും ഉയരത്തില്ല, ഈ കഷ്ടം ഇത്രയും ഞങ്ങളുടെ തലയ്ക്ക് മീതെ കവിയുന്നു, ഇനി എന്ത് ചെയ്യണ്ടു? ആത്മഹത്യ അല്ലാതെ മറ്റൊരു പോംവഴി മുൻപിൽ ഇല്ലല്ലോ. എല്ലാ നിലയിലും ഞങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ കരത്തു നിന്ന് ഞങ്ങൾ എങ്ങനെ വിടുവിക്കപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടക്കാതെ മുഴങ്കാലിൽ ഇരുന്ന് ദൈവസനെ പ്രാർത്ഥിക്കു. കുഞ്ഞുങ്ങളെ, ഉപവാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്ക്. നിന്റെ തകർച്ച കാണുമ്പോ ചുറ്റും നിൽക്കുന്നവർ പറയും, അവർ മന്ത്രം ചെയ്ത്, അവർ കൂടുപാത്രം ചെയ്ത്, അവർ വിളിച്ചു നേർച്ച നടത്തി, സ്വത്രം, അവര് നിന്നെ നശിപ്പിക്കാൻ വാത് കെട്ടി എഴുന്നേറ്റ് വന്നേക്കുക. കുഞ്ഞ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ കർത്താവിന്റെ രക്തത്താൽ വീട്ടിഞ്ഞിരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, കർത്താവിന്റെ രക്തത്തിനും മാംസത്തിനും ഓഹരിക്കാരൻ വ്യക്തിയാണെങ്കിൽ, നീ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവസഭയിൽ വിശ്വസ്തന്മാരുടെ കൂടെ വിശുദ്ധിമാരുടെ കൂടെയും ദൈവത്തിൽ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ഉയർത്തുന്ന വ്യക്തിയാണെങ്കിൽ, ലോകത്തിലെ ഒരു പിശാചിനും ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഒരു പിശാചും നിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെ ബന്ധിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തകർന്നു പോകാൻ ദൈവം വിടത്തില്ല. നീ ഒരു അനുഗ്രഹമാകും. നിന്റെ സന്തതി ഭൂമി അവകാശമാക്കും. നീ ദേശത്ത് തലയുയർത്തി നിന്നുകൊണ്ട് വിളിച്ചു പറയും, കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായി കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്നത് കൊണ്ട് ഒരനർത്ഥവും വന്ന് ഭവിക്കാതെ ഞങ്ങൾ ഈ ഭൂതലത്തിലായിരിക്കുന്നു. വരുവിൻ, ദൈവത്തിന് അർപ്പിടാം. സ്വത്രം. നോക്ക്, യോശുവയും കൂട്ടരും സ്വത്രം കർത്താവിന്റെ വചനം പറഞ്ഞ കേട്ടനുസരിച്ച്, പ്രവാചകൻ പറഞ്ഞ കേട്ടനുസരിച്ച്, ദൈവം പറഞ്ഞത് കേട്ടനുസരിച്ച് സ്വത്രം എന്ത് ചെയ്ത്? ഒരുമിച്ച് ആർപ്പിട്ടു. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ഒരുമിച്ച് ആർപ്പിട്ടു. ഒരിക്കലും തകരത്തിലെന്ന് പറഞ്ഞ യെരിഹോ മതിൽ തകർന്ന് എവിടെ വീണു? പുറത്തോട്ടല്ല വീണത്,
അകത്തോട്ട് വീണു. പുറത്തോട്ട് വീണെങ്കിൽ യോശുവയും കൂട്ടുകാരും ആ മതിലിനടിയിൽപ്പെട്ട് തകർന്നു പോകുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പുറത്തോട്ട് വീണില്ല, അകത്തോട്ട് വീണു? സ്വത്രം പുറത്ത് നിൽക്കുന്നത് ദൈവത്തിന്റെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവ ഇഷ്ടം ചെയ്യുന്ന അഭിഷക്തന്മാരായിരുന്നു. അങ്ങനെ അഭിഷക്തന്മാരെ തകർത്തുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്യത്തില്ല, അഭിഷക്തന്മാരെ ഉയർത്തിക്കൊണ്ട് ദൈവം ന്യായവിധി നടത്തും. സ്വത്രം. ഒറ്റ കാര്യം കൂടി പറയട്ടെ, സൊദോം ഗൊമോറ പട്ടണം നശിപ്പിക്കാൻ സ്വർഗത്തിൽ ദൈവം തീരുമാനിക്കുമ്പോൾ സ്വത്രം അബ്രഹാമിനുള്ള നീതി മൂലം ലോത്തിനെയും കുടുംബത്തെ രക്ഷിപ്പാൻ കർത്താവ് പദ്ധതി ഇട്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേശത്ത് എന്തെല്ലാം അനർത്ഥം വന്ന് ഭവിച്ചാലും നീ സേവിക്കുന്ന ദൈവം നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും തള്ളിക്കളയത്തില്ല. അനർത്ഥത്തിന് നടുവിൽ നിന്ന്, കഷ്ടത്തിന് നടുവിൽ നിന്ന്, കണ്ണുനീരിന്റെ നടുവിൽ നിന്ന് നിന്നെയും കുഞ്ഞുങ്ങളെയും രക്ഷിപ്പാൻ എന്റെ കർത്താവ് ഇറങ്ങി വരും. ആ വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നീ മനസ്സൊരുക്കമുള്ളവളായി ദൈവത്തിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ നീ ശക്തിയെ പുതുക്കും. നീ കഴുകനെ പോലെ പറന്ന് ദൈവത്തിന്റെ സന്നിധി ചെന്ന് ചേരും. അതിന് വിടുകയില്ല. ആ ദൈവമഹത്വം കാണാൻ സമ്മതിക്കത്തില്ല. നീ ദൈവത്തോട് കൂടെ നിൽക്കാനും ഞാൻ അനുവദിക്കത്തില്ല. നീ ഒരു നന്മ അനുഭവിക്കാൻ ഞാൻ വിടത്തുമില്ല എന്ന് പറയുന്ന പിശാചിന്റെ വാക്ക് കേട്ട് ഭയന്ന് വിറച്ച് കൂട്ടിനകത്ത് കയറിയിരിക്കാതെ മാറു പിശാച എന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടെ ദൈവത്തെ ഉയർത്തണം. ദൈവം അനുവദിക്കാതെ ആരും നിന്നെ തൊടത്തില്ല. ഇനി ആരെങ്കിലും നിന്നെ തൊട്ട അവൻ വിവരമറിയും. കാരണം ദൈവം കൈകാര്യം ചെയ്യും. സ്വത്രം. ദൈവം മുഖം നോക്കിയും ജാതി നോക്കിയും കുടുംബം നോക്കിയും പണം നോക്കിയും അതുപോലെ സാഹചര്യങ്ങൾ നോക്കിയൊന്നും അല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം പറയും, തന്റെ ദാസനെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണ് കൃഷ്ണമണിക്ക് തൊടുന്നെന്ന്. അങ്ങനെയാണെങ്കിൽ നിന്നെ കൃഷ്ണമണി പോലെ ദൈവം സൂക്ഷിച്ചേക്കുന്നേ. ദൈവമൈതലേ, കൂടപ്പുറപ്പ്, സഹോദര സഹോദരി, കുഞ്ഞെ, നിന്നെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലാ. അങ്ങനെയാണെങ്കിൽ ഒരു ശത്രുവും തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ നിന്നെ താഴ്ത്തി കൊടുക്കണം. സ്വത്രം. ഭാവിക്കണമെന്ന് ഭാവിച്ചു വന്ന പിശാചിന്റെ തല അടച്ചു. സ്വത്രം. ഒന്ന് താത്ത് കൊടുത്തു നോക്ക്. നിന്റെ തല സകല നാമത്തിനും മേലായ നാമം നൽകി സ്വർഗം ഉയർത്തും. ആ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. യുവജനങ്ങളെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.